ഫ്രണ്ട്സ്, എൻ്റെ അച്ഛൻ ഇന്ന് അച്ഛൻ്റെ മോരുകറിയുടെ റെസിപ്പി കാണിക്കുന്നതായിരിക്കും. അതെ, ഞങ്ങൾ യൂസ് ചെയ്യുന്ന യോഗേർട്ടിന്റെ പേര് ഈ യോഗേർട്ടില് കൂടുതൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഗാർലിക്, ഉള്ളി, പച്ചമുളക്. ഫ്രണ്ട്സ്, നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു. ഇനി വെള്ളം വറ്റാൻ വെയിറ്റ് ചെയ്യണം. ഓക്കെ, സ്വല്പം എണ്ണ ഒഴിക്കുന്നു. സ്വല്പം എണ്ണ ഒഴിക്കുന്നു ഫ്രണ്ട്സ്. എണ്ണ ഈ പൊട്ടിത്തെറിക്കുന്ന കടുക്, പടപട എന്ന് പൊട്ടിത്തെറിക്കുന്ന കടുക് അങ്ങോട്ടിടണം. പടപട എന്ന് പൊട്ടിത്തെറിക്കും. പകരണം. 1 2 3. സഹുർ. കുറച്ച് ഉലുവ, കൊച്ചുള്ളി, പച്ചമുളക്, അല്ല ഫ്രണ്ട്സ്, ഗാർലിക്, കറുവേപ്പില, പച്ചമുളക് ഇളക്കി കൊടുക്കുന്ന ഫ്രണ്ട്സ്. എരി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് 2-3 കൂടുതൽ പച്ചമുളക് ഇടാം. ഇവിടെ എനിക്ക് മിയാനും അത്രയ്ക്ക് ഇഷ്ടമല്ല. എരി ഇഷ്ടമാണ്, പക്ഷെ അത്രയ്ക്ക് എരി മോരുകറിയിലൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പച്ചമുളക് കീറിയിട്ടിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇടാം. മഞ്ഞപ്പൊടി, നല്ല മണം. ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടും. മഞ്ഞപ്പൊടി എത്ര ഇട്ട്? മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കുക. അപ്പൊ യെല്ലോ കളറായി വരും. ഒരു പൊടിക്കോളം മുളക് പൊടി ഇത്രയേ ഇടത്തുള്ളേ. ഇത്രയും ഒരു മസാലയുടെ ഒരു ചെറിയ ടേസ്റ്റ് വരാൻ വേണ്ടി അതൊന്നും ഇട്ട് ഒന്ന് ഇളക്കുന്നു. പച്ചമുളക് മാറുന്നു. അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ ഇടുന്നൊരു സംഭവമാണ് നമ്മുടെ കായപ്പൊടി ഇല്ലേ, കായപ്പൊടി. ഒരു സ്വല്പം കായപ്പൊടി ഇട്ടേണ്ട. ഒരു സ്വല്പം കായപ്പൊടി ഇടുന്നു. ഇത്ര ഉലുവാപ്പൊടിയും കൂടി. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കുക. നമ്മുടെ തൈരങ്ങ് ഒഴിക്കണം. വലിയ പണിയൊന്നുമില്ല മോരുകറി ഉണ്ടാക്കാൻ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ മോരുകറി റെഡി. ഇതിന്റെ ഒത്തിരി മഞ്ഞ കളറിലെ മോരുകറി. തിളപ്പിക്കാൻ നിൽക്കില്ല, തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതെ ഫ്രണ്ട്സ്, ഇനി അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് ഇത് ചൂടാവും. ഈ മോര് ചട്ടിയുടെ ചൂടും കൊണ്ട് മോര് ചൂടായിക്കോളും. ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇതാണ് ഞങ്ങളുടെ മോരുകറി. ഞാൻ ഇച്ചിരി ഉലുവപ്പൊടി കായപ്പൊടി ചേർക്കും. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ചേർക്കുന്നതുകൊണ്ടുണ്ടാകാം, ചിലർ ചേർക്കത്തില്ല. നാട്ടിലൊന്നും ചേർക്കത്തില്ല ഇത് കായപ്പൊടി ചേർക്കത്തില്ല. ഞാൻ സ്വല്പം കായപ്പൊടി ചേർക്കും. ഇത് ചേർക്കുന്നതുകൊണ്ടാണ് ഒരു തങ്കുനും കൂടുതൽ ഇഷ്ടം എൻ്റെ മോരുകറിയോട്. അപ്പോൾ സിബീസ് മോരുകറി റെഡി. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണ്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക് യു.